മാങ്കുളത്തുണ്ടായ വാഹനാപകടത്തിൽ അയൽ സംസ്ഥാന തൊഴിലാളി മരിച്ചു. മാങ്കുളം ആനക്കുളം റോഡിൽ ബൈസൺ വാലി കയറ്റത്തിൽ വെച്ച് നിയന്ത്രണം വിട്ട് പിറകോട്ടുരുണ്ട ഭാരം കയറ്റി വന്ന മിനി ലോറി വിനോദസഞ്ചാരികളുടെ കാറിൽ ഇടിക്കുകയായിരുന്നു. ലോറിയിൽ ഉണ്ടായിരുന്ന അയൽ സംസ്ഥാന തൊഴിലാളിയാണ് മരണപ്പെട്ടത്. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ഇന്ന് ഉച്ചയോടെയായിരുന്നു അപകടം സംഭവിച്ചത്. മാങ്കുളം ആനക്കുളം റോഡിൽ ബൈസൺ വാലി കയറ്റത്തിൽ വെച്ചായിരുന്നു അപകടം സംഭവിച്ചത്. കൊടും വളവുകളും കുത്തനെ കയറ്റവും നിറഞ്ഞ ഭാഗമാണിവിടം. റോഡിൽ സുരക്ഷാവേലി സ്ഥാപിക്കുന്നതിനായുള്ള നിർമ്മാണ സാമഗ്രികളുമായി വന്ന മിനി ലോറി കയറ്റത്തിൽ വെച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട് പിറകോട്ടുരുളുകയും തമിഴ്നാട് സ്വദേശികളായ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്തിരുന്ന കാറിന്റെ പിൻഭാഗത്തിടിക്കുകയുമായിരുന്നു. മാങ്കുളം ടൗണിൽ നിന്നും ഇറക്കമിറങ്ങി വന്ന കാറ് ആദ്യം പാതയോരത്തെ ഓടയിൽ ചാടിയിരുന്നു. കാർ ഓടയിൽ നിന്നും കയറ്റുന്നതിനായി അതുവഴി എത്തിയ മറ്റു വാഹന യാത്രികരോട് സഹായം അഭ്യർത്ഥിക്കുന്നതിനിടയിലായിരുന്നു ലോറി മാങ്കുളം ഭാഗത്തേക്ക് കയറ്റം കയറി വന്നത്. കയറ്റത്തിന്റെ മുകൾ ഭാഗത്തെത്തിയതോടെ നിയന്ത്രണം നഷ്ടമായി ലോറി പിറകോട്ടുരുളുകയും ഓടയിൽ അകപ്പെട്ട് കിടന്നിരുന്ന കാറിന്റെ പിറകിൽ വന്ന് ഇടിക്കുകയുമായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറും ലോറിയും പാതയോരത്തെ കൃഷിയിടത്തിലേക്ക് പതിച്ചു. ലോറിയിൽ ഉണ്ടായിരുന്ന അസം സ്വദേശി ജയ്ഗോപാൽ മണ്ഡൽ ഈ സമയം ലോറിയുടെ അടിയിൽപ്പെട്ടു. അപകടശേഷം ഓടിക്കൂടിയ പ്രദേശവാസികൾ ചേർന്ന് മണ്ണുമാന്തി യന്ത്രം എത്തിച്ച് ലോറി ഉയർത്തിയാണ് ഇയാളെ പുറത്തെടുത്തത്. തുടർന്ന് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 2 കുട്ടികൾ ഉൾപ്പെടെ 6 പേരായിരുന്നു കാർ യാത്രക്കാരായി ഉണ്ടായിരുന്നത്. ഇതിൽ 2 കാർ യാത്രികർക്കും ലോറിയിലുണ്ടായിരുന്ന മറ്റൊരു അയൽ സംസ്ഥാന തൊഴിലാളിക്കും പരിക്കേറ്റു. പരിക്കേറ്റവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോയി. മരിച്ച അസം സ്വദേശിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റി. ന്യൂസ് ബ്യൂറോ, അടിമാലി.